ഹലോ ഗൈസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഇത് വീണ്ടും ഞങ്ങളുടെ വ്ലോഗുമായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് മടിയാണ് ഇപ്പൊ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട്. ഇന്ന് വീഡിയോ എത്തിയതിന്റെ കാരണം ഞാൻ പറയുമ്പോ ആ മടി അത് പറയണ്ടേ. അതെ, ഞങ്ങൾ ഷോർട്സ് ഭയങ്കര മടിച്ചത്. ഞങ്ങൾക്ക് എല്ലാരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ വീഡിയോ ചെയ്യാത്തത്. ഭയങ്കര മടി. ഷോർട്സ് ആകുമ്പോ നമുക്ക് വലിയ പ്രശ്നമില്ല. വീഡിയോ ആകുമ്പോ കൊറേ നേരം നിക്കണ്ടേ. ഭയങ്കര മടി വെച്ചാൽ ഭയങ്കര മടിയാ. അതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളും കാണാത്ത. പിന്നെ ഇക്കാനെ ഞങ്ങൾക്ക് കിട്ടാറില്ല. ഫുൾ ടൈം ഓഫീസ് തിരക്ക് ബഹളമൊക്കെ ആയിട്ടാണ്. ഉമ്മാക്ക് സുഖമില്ലാതൊക്കെ വന്ന് ഞങ്ങള് കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ലേക്ക് ഷോർ അങ്ങനെ അവിടെയൊക്കെ സഹൃദ അങ്ങനെ പോണ്ടൊക്കെ വന്ന് പിന്നെ ഉമ്മാക്ക് വയ്യാതെ അങ്ങനെ നീണ്ടതായി. ഇപ്പൊ ഞങ്ങൾ ഇന്നലെ തൊട്ടൊരു തീരുമാനമെടുത്ത് എല്ലാരും ചോദിക്കുന്നത് മാക്സിമം ഒന്നെങ്കിൽ ലൈവ് വീഡിയോ ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയുണ്ട്, സബ്സ്ക്രൈബർ റിസാന എന്നാണ് എന്റെ ഇതിന്റെ പേര്, അസീന അങ്ങനെ എന്താ പേര്. എപ്പോഴും ചോദിക്കും നിങ്ങൾ എപ്പോഴാ ലൈവ് വരുന്നത്, എപ്പോഴാ ലൈവ് വരുന്നത്. ഇൻഷാല്ലാ ഒന്നെങ്കിൽ ഞാൻ തൊട്ടടുത്ത് തന്നെ ചെയ്യാനാണ് നമുക്ക് കിട്ടാറ്. നാളെ എന്ന് പറഞ്ഞാൽ നാളെ സൺഡേ ആണ്. നാളെ ഡ്യൂട്ടി ഉണ്ട്, പക്ഷെ അല്ലെങ്കിൽ ഒരു 7 മണിക്ക് ശേഷം ഞങ്ങൾ ലൈവിൽ ഉറപ്പായിട്ട് ഇൻഷാല്ലാ ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ മുഹറം 9. ഞങ്ങൾ എല്ലാവരും നോമ്പാണ്. ഞങ്ങളെ കണ്ടിട്ട് ഏകദേശം ഞങ്ങൾ ക്ഷീണിച്ചപ്പെട്ടില്ല. ഞങ്ങൾ വെയിറ്റ് ലോസ് ജേണിയിലോട്ട് ഏർപ്പെട്ടിരിക്കുകയാണ്. വെറുതെ അങ്ങനെയല്ല കേട്ടോ. നമ്മള് വല്ല പുറത്തു പോകുന്ന ഫുഡല്ല, പ്രത്യേകിച്ച് യാതൊരു വിധ ഇവിടുത്തെ വീട്ടു ജോലിയില്ല, വേറൊരു കാര്യങ്ങളും ഇല്ലാതെ വീട്ടിൽ നിന്ന് ഫുഡ് അടിച്ച് ഞങ്ങൾ വണ്ണം വെച്ച്, ശരിക്കും വണ്ണം വെച്ച്. ഇപ്പൊ 2 ആഴ്ചയായിട്ട് ഞങ്ങൾ വെയിറ്റ് കുറച്ചു. പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല. ചോറ് അരിയാഹാരം അതന്നെ, അരിയാഹാരം ഞങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ചോറ് തീറ്റിയില്ല. അങ്ങനെ നമ്മുടെ മെയിൻ അത് നിർത്തി. ഞങ്ങൾ ചപ്പാത്തി, സാലഡ്, ഫ്രൈ ഐറ്റംസ് ഒക്കെ ഒഴിവാക്കി. ബേക്കറി സാധനങ്ങളൊക്കെ ഒഴിവാക്കി. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ് ഇട്ടിട്ട് ഭയങ്കര ടൈറ്റും ഇതെല്ലാം ഫീൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കുറച്ചൊന്ന് ഫ്രീ ആകാമെന്ന് വിചാരിച്ചു. ഞങ്ങക്ക് ഒരു ഡ്രസ്സ് എടുത്തിട്ടാണല്ലോ ഇട്ടിട്ടാലും ഞങ്ങൾക്കൊന്നും അതൊരു കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ മുഹറം 9 ഞങ്ങളുടെ 3 നോമ്പ് ഓഫീസിൽ വൈകിട്ട് വരും. അപ്പോൾ ഇവിടെ ചിലവരൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് നോമ്പെടുക്കാം, ചോറുണ്ടിട്ട് നോമ്പെടുക്കാം എന്നൊക്കെ പറഞ്ഞ് രാവിലെ ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിച്ചു. ഉച്ച തൊട്ട് രാത്രി വരെ നോമ്പെടുക്കാം. പിന്നെ ഉമ്മി ഉച്ചക്ക് ട്യൂഷനൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ വിശക്കത്തില്ലേ. അപ്പൊ ഉച്ചക്കത്തെ ഫുഡുകളെ കഴിച്ചതല്ലേ. ഇപ്പൊ വൈകിട്ട് ഇപ്പം പറയണോ, അയ്യോ ഉമ്മി എനിക്ക് നോയിമ്പല്ലേ എന്നാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉമ്മ ക്രീം ബിസ്ക്കറ്റ് കൊണ്ട് ക്രീം ബണ്ണ്, മസാല ഞുറുക്ക്, ബിസ്ക്കറ്റ്, ക്രീം ബണ്ണ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ചില നോമ്പുള്ള ആൾക്കാർ കഴിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ടുഡേ ഇന്ന റെസിപ്പി പാലപ്പം. നൈസ ഇന്ന് യൂട്യൂബ് നോക്കി ഒരു ചിക്കൻ റോസ്റ്റ്, ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ ഞാൻ നൈസാണ് ഉച്ചക്ക് പോയി പിള്ളേർ ട്യൂഷൻ ആക്കുന്നവർ പോയി മേടിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ടുഡേ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ്. 2 കരിക്കിട്ടുണ്ട്. ഞങ്ങൾ കരിക്ക് ഷേക്ക്, ടെൻഡർ കോക്കനട്ട് ഷേക്ക്, ടെൻഡർ കോക്കനട്ട് ഷേക്ക്. എന്നാ പോട്ടെ, കരിക്ക് ഷേക്ക്. കരിക്ക് ഷേക്ക് എന്നാണ് എല്ലായിടത്തും പറയാ. ഷാർജ ഉണ്ടാക്കാന്നുള്ള ഒരു മൂഡിലായിരുന്നു. അപ്പൊ ഞാനാ പറഞ്ഞത് അനിയ കരിക്കുണ്ട്, നമുക്ക് ഞങ്ങൾ മധുരം ചായ കുടിക്കത്തില്ല, കട്ടൻ ചായ കുടിക്കത്തില്ല, പാൽ ചായ ഇല്ല. ഞങ്ങൾ ഗ്രീൻ ടീ ആക്കിയാണ്, ഷുഗർ കട്ട് ചെയ്ത. പക്ഷെ കുറെ നാളെ ഷാർജ കുടിച്ചിട്ട് ഒരു മോഹം, വല്ലപ്പോഴും അല്ലേ. പക്ഷെ ഇന്ന് നമ്മൾ ഷുഗർ കട്ട് അങ്ങനെ ആ സംഭവം ഒന്നും ഇല്ല. രാവിലെ തൊട്ട് വൈകിട്ട് എന്തായാലും നമ്മൾ പട്ടിണിയാ. അപ്പൊ അതിനിടയ്ക്ക് ഒരു ഇച്ചിരി ഡയറ്റ് ഒക്കെ ഒന്ന് മാറ്റി വെക്കാം. അതെ, പാലപ്പം എന്ന് പറയുമ്പോ അതിന്റെ അകത്ത് പച്ചരിയാണല്ലോ, അരിയാണത്. അതെ, ഷേക്ക് കുടിക്കുമ്പോ മധുരം കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ മധുരം കഴിക്കും. ഇന്ന് നമ്മൾ ഷുഗർ കട്ട് മാറ്റി വെച്ചു 2 ദിവസത്തേക്ക്. രാവിലെ ഡയറ്റ് ആണ്, ഒന്നും ഇല്ലല്ലോ, വെള്ളമില്ല. അതെ, പയറ്റാ. അല്ലെങ്കിൽ തന്നെ ഡ്രസ് അയക്കുന്നതിന് മൊത്തം മറ്റേ അസ്ഥിയിൽ തെളിഞ്ഞിട്ട് ആ ഉടുപ്പിന്റെ ഒരു പച്ച മാത്രമേ ഉള്ളു. അപ്പോൾ നമ്മുടെ ടുഡേസ് റെസിപ്പിയിലോട്ട് നമുക്ക് കിടക്കുക.
മുഹറം 9 വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു പുതിയ സംരംഭം കുറിക്കുന്നുണ്ട്. അത് നിങ്ങളോട് എല്ലാവരോടും കൂടി അനൗൺസ്മെന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോ ഞങ്ങൾക്ക് എപ്പോഴും ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ വെറുതെ മുരടിക്കല്ലേ, വേര് പിടിക്കോ, എന്തെങ്കിലും ചെയ്യൂ. അപ്പൊ ഞങ്ങള് കുറെ ദിവസമായിട്ട് ഇതിന് ആലോചനയിലാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാണിക്കല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള പേരൊക്കെ തപ്പി പിടിക്കില്ല. അത് ഇന്ന് ഉച്ചയല്ലായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തപ്പി കിട്ടി. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ഒക്കെ ആക്കി വ്ലോഗ് അല്ലെങ്കിൽ ലൈവ് വരുമ്പോ നമ്മളത് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പാചകം തുടങ്ങാം. ഇന്നലെ അരിയെല്ലാം വെള്ളത്തിലെല്ലാം ഇട്ട് ഞങ്ങൾ അരച്ചതാ. രാവിലെ തന്നെ നെയ്സ് അരച്ചൊക്കെ വെച്ചതാ. മാവ് നല്ലോലെല്ലാം പുളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാനല്ല ഫസ്റ്റ് പാട്, നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം. നൈസ ഇവിടെ ചിക്കൻ ക്ലീനിങ്ങിലാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചിക്കൻ മേടിച്ചായിരുന്നു. അപ്പൊ അതിനകത്തൊരു പീസ് കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നൈസ ഭയങ്കര എന്റെ പേര് എന്താ പറയുന്ന ഭയങ്കര മനസ്സിന് ഇങ്ങനെ അലിവുള്ളൊരു കൂട്ടത്തിലാണ്. നൈസ കയ്യിൽ പീസ് അങ്ങ് മുറിച്ചിട്ടേച്ച് കാണിച്ചു കൊടുക്കൂ. എല്ലിനും നഖവും ഇറച്ചിക്ക് ഇവിടെ ഇപ്പൊ പുറത്ത് സെറ്റ് ആയിട്ടുണ്ട്. എല്ലിന് പകരം നൈസാണ് നഖവും ഇറച്ചിക്കും നൈസ വേറെ ഇട്ടെടുത്തേച്ച്. സൂപ്പർ. ഇന്നത്തെ ഇറച്ചിക്കറിക്ക് പ്രത്യേക ടേസ്റ്റ്. ഇപ്പൊ 4-5 മണിയോട് അടുത്തോണ്ടിരിക്കുന്നു. ആയിരിക്കും 5 മണി 5:30 ആയി കാണും. 4:30. അപ്പോൾ ഞാനൊരു സൈഡിൽ കൂടെ ഞാനപ്പോ ഒരു സൈഡിൽ കൂടെ അപ്പത്തിന് മാവ് ഒഴിച്ച് അപ്പം ഉണ്ടാക്കാൻ വെക്കാം. എന്നിട്ട് കരിക്കടിക്കാം. ഇവിടെ ചിലരൊക്കെ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ട്. വീടിന്റെ ഇടയിൽ കൂടെ ഒളിഞ്ഞൊക്കെ നോക്കിയിട്ടുണ്ട്. എന്തുവാ അത്? ഞാൻ പറയാണ്, ചിക്കൻ കടയിൽ പോയി നിന്നിട്ട് ചിക്കൻ കഴിക്കാനും പോകുന്നില്ല. ഇവിടെ ഞങ്ങളെ സഹായിക്കാൻ മാവിളക്കി കോരി താഴെക്കിടാൻ വേണ്ടിട്ട് ഒരാള് ഞങ്ങളോട് കൂടിയിട്ടുണ്ട്. ഇപ്പൊ സൈക്കിൾ വിടാൻ വേണ്ടി വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ വയ്യ, നോമ്പല്ല, നമുക്ക് ഇവിടെ ഫുഡും എല്ലാം ഉണ്ടാക്കണം. ഇതിന്റെ കൂടെ അച്ഛൻ തന്നെ വെക്കോളും. കജാളോട് ആരെങ്കിലും ഒരാൾ പോയിട്ടുണ്ട്. വണ്ടി ഇതും എല്ലാം വരണം. അപ്പൊ മോളിത് പോവണ്ട, പുറകെ വരാൻ ഞങ്ങൾക്ക് ടൈമില്ല, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അതിനാണ് ഇവിടെ വന്നിരുന്നത്. ഇത്രയും നേരം പിണക്കമായിരുന്നു. ഇപ്പം പറഞ്ഞാൽ ഞാൻ സഹായിച്ചു തരാന്നും പറഞ്ഞത് ഇവിടെ നിപ്പുണ്ട്. കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു. കയ്യാപ്പിക്ക് ചുമയിലോട്ട് കൊണ്ട് കാണിച്ച്. ഇന്നലെ 2 ദിവസമായിട്ട് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ രാത്രി ഭയങ്കര ചുമ, കിടന്നൊരു 11:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഭയങ്കര ചുമയെന്ന് വെച്ചാൽ ഭയങ്കര ചുമയായിരുന്നു. ഇപ്പൊ ഇന്ന് നേരം പോലത്തെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഈ ചില നേരത്തെ ഉണ്ടാക്കി ചുമ. ഇന്ന് നെയ്സ ഫാസ്റ്റ് ആണ്. സാധാരണ ചിക്കനും കൊണ്ട് നിന്ന് സമയം കൊണ്ട് നെയ്സ നോയിമ്പായതുകൊണ്ട് വളരെ ഫാസ്റ്റ്. എത്ര പെട്ടെന്ന് പറയുമോ, എത്ര പെട്ടെന്ന് തന്നെ കണ്ടെത്തിയ വിഭവമാണ്. അതായിരിക്കും ഞങ്ങള് എപ്പോഴും ഞാൻ നെയ്സവിടെ പോയി വാങ്ങിക്കുന്ന ചിക്കൻ കട ഉണ്ടായിരുന്നു. അവിടെ ഇന്ന് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പിന്നെ അവിടെ ഇല്ല, 2:30 കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. കാലൊക്കെ മന്തിക്ക് വെച്ചിട്ട്. അപ്പം നാളെ നമ്മുടെ മുഹറം 10. കുറെ ദിവസമായിട്ട് ഇവിടെ ഒരാള് പറയുന്നുണ്ട് നമുക്ക് മന്തി ഉണ്ടാക്കാം. അപ്പൊ പോയി കഴിക്കാൻ വിചാരിച്ച, പക്ഷെ സമയം കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങളത് നാളത്തോട്ട് മാറ്റിയിരിക്കുകയാണ്. നാളെ മന്തി ആയിക്കോട്ടെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മന്തി ഉണ്ടാക്കാൻ വെച്ച് പിന്നെ ആ മന്തി ഉണ്ടാക്കിയില്ലല്ലേ. അവിടെ പോവുക എന്തോ ചെയ്ത് മന്തി ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് കുറെ ദിവസമായി മഴ പ്ലസ് മന്തി വൈബ് അത് ഈ മഴ തുടങ്ങിയപ്പോ തൊട്ട് നൈസാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് എല്ലാവർക്കും അറിയാൻ പറ്റും. മന്തിയുടെ സ്റ്റാറ്റസ് ഫുള്ള് വിടുന്നത്. മന്തി തലക്ക് മന്തി പിടിച്ചിരിക്കുന്നു. മന്തി പിടിച്ച് മന്ദബുദ്ധിയാകൂന്നൊരു സംശയം. മന്തി തിന്നണ എന്തിനാന്നറിയാവാ? റൈസും ചിക്കനും അല്ല, കുറെ കോരി മയോണീസ് അങ്ങോട്ട് ഇടും.
എന്നിട്ട് ആ മയണീസ് അതിനെ കോരി പായസം കോരി തിന്നുന്ന കഥയില്ല. അതിന് വേണ്ടിയിട്ട, അല്ല വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. നൈസ ക്യാമറയുടെ പുറകിൽ നിന്ന് എന്നെ ശരിക്കും പറയുന്നെനിക്ക് ഇവിടെ ആയതുകൊണ്ട് അത് മിണ്ടാത്ത. അപ്പുറത്തെ ചിലതായിരിക്കും, ഞാൻ ഇപ്പുറത്തെ ചില അപ്പൊ വരും. റീൽസുകളൊക്കെ ഓർക്കാതെ അപ്പതിന് ഉപ്പിടാൻ നേരത്ത് നാക്കിയാലും ടേസ്റ്റ് വന്നപ്പോഴാണ് മനസ്സിലായത്. പടച്ചവനെ നോക്കുമ്പോ അതേ സ്പീഡിൽ ഞാൻ വാ കഴിയുമ്പോ തുപ്പിയിട്ടുണ്ട്. ഇവിടെ ചിലവര് എനിക്ക് കൂടെ നിന്ന് പണി തന്നോണ്ടിരിക്കുക. നമ്മൾ ഇതാക്കല്ലേ, ചിലപ്പം അപ്പൊ ശരിയാവും, ചിലപ്പോൾ അപ്പത്തിന് എന്തെങ്കിലും അപാകത. അങ്ങനെ ചെറിയ ഗ്യാപ്പിൽ ഞാൻ നൈസ് എടുത്തിട്ട് പോയി. എന്നുവെച്ചാൽ നാളെ നമ്മള് ചിക്കൻ ഇന്നത്തേക്ക് നാളത്തേക്ക് ഒന്നിച്ച് വാങ്ങിച്ചു കഴുകി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജ് വെക്കണം. അപ്പം നൈസ് കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ പീസ് നോക്കിയിട്ട് നമ്മൾ കറിക്കുന്ന നിലയിലാണ് ഉണ്ടാക്കി നോക്കി. ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ പീസ് നോക്കിയിട്ട് നാളെ മന്തിക്ക് നമ്മൾ വീട്ടിലുള്ള നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അത്രയും വലുപ്പത്തിൽ വേണമെന്നൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞ നല്ല പീസ് നോക്കി മന്തിക്ക് മാറ്റിയിട്ട് നമുക്ക് ബാക്കി ഇതാക്കാം. അങ്ങനെ കൺഫ്യൂഷൻ നിവർത്താൻ വേണ്ടി പോയതാ. അപ്പൊ നമുക്ക് ഇന്ന് മറ്റേ ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി വലുത്, നമുക്ക് ഇത്ര നീളമുള്ള പീസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് അപ്പൊ അതിനകത്ത് നിന്ന് വലുത് നമുക്ക് ഒത്തിരി മാംസവും പിന്നെ എല്ലാം അധികം ഇല്ലാത്ത പീസ് നോക്കിയിട്ട് മുറിച്ച് മാറ്റുന്നുണ്ട്. ഇന്നത്തെ ഷെഫ് പിള്ള നൈസ ആയിരിക്കും, നൈസ ഹംസ. എന്താ പക്ഷെ ഇല്ലട്ടാ, ഇപ്പൊ പഠിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് മറ്റേ നമ്മുടെ പെരുന്നാളിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചിക്കൻ പൊരിക്കാൻ വെക്കാൻ അറിയത്തില്ല. ഇപ്പൊ നമ്മുടെ മെയിൻ സ്പെഷ്യൽ ഷെഫ് നെയ്സാണ് ഇപ്പൊ ഇറച്ചിക്കറി വെക്കുന്നത്. പൊരിക്കാത്ത ചിക്കനും കറി വെക്കുന്നത്. കഴിഞ്ഞ ദിവസം മട്ടൻ നമുക്ക് പെരുന്നാളിന് കിട്ടിയതായിരുന്നു. ഇവിടെ വെച്ചിട്ടിരിക്കുക. പെരുന്നാളിന് നമുക്ക് മട്ടൻ കിട്ടി. മട്ടൻ നല്ല സൂപ്പറായിട്ട് വെച്ച്. അപ്പോൾ ഞാനിനി ചിക്കൻ കറി നമ്മുടെ കറികളുടെ ഐറ്റംസിന് ഞാനിത് വിടവാങ്ങുകയായി. നെയ്സനെ ആ സ്ഥാനത്തോട്ട് ആരോഹണം ചെയ്യുന്നു. നെയ്സ വെൽക്കം നമ്മുടെ കിച്ചൺ. അത് നൈസ അപ്പുറത്തിരിക്കുവോ? ഒന്നാമത്തെ കാര്യം, സാധാരണ നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ നല്ല മഴയും ഒരു തണുപ്പും അതൊക്കെ വന്നോണ്ടിരുന്ന സമയമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇന്ന് കറക്റ്റ് നോമ്പ് പിടിച്ച് രാവിലെ തൊട്ടൊക്കെ നല്ല വെയിലും എല്ലാമായി. അത് വന്നപ്പോഴത്തേക്കും വലിയ ക്ഷീണം. ഓൾറെഡി ഞങ്ങൾ ഫുഡൊക്കെ നല്ല ശരി. അപ്പൊ നിങ്ങൾ ഇത്രയും ഒരു ഗ്യാപ്പിന്റെ ഇടക്ക് നിങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾക്ക് ക്ഷീണമുണ്ടോ ഇല്ലേത്. കമന്റ് ചെയ്യണം ഞങ്ങൾ ക്ഷീണിച്ചു ഇല്ലേത്. അല്ലെ നീസ? ആരെങ്കിലും ഓർക്കുമല്ല പ്രേതമായിട്ടില്ല നീസ ടിന്നി തിന്നു. ആരെങ്കിലും വിചാരിക്കുക പെട്ടെന്ന് വ്ലോഗ് എടുത്തിട്ട് പതിയെ സ്ക്രീനിൽ വലിച്ചെടുത്തിട്ട് ഇവക്ക് എന്താ വട്ട ഇവളെന്താ ആരുമായിട്ട് വർത്താനം പറയും. അങ്ങനെ നമ്മുടെ അപ്പം സക്സസ് ആയി ഗൈസ്. ഞാൻ സാധാരണ ചില സമയത്ത് ചീനച്ചട്ടി ഉണ്ട്, നമ്മുടെ ഇരുമ്പിന്റെ കുഞ്ഞു ചീനച്ചട്ടി, മറ്റേ ഇതിന്റെ അപ്പച്ചട്ടി ഇരിപ്പുണ്ട്. അതിന് മുന്നത്തെ പ്രാവശ്യം അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയപ്പോഴത്തേക്കും കറക്റ്റ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നെയ്സ ഉണ്ടായപ്പോ അപ്പച്ചട്ടിന്ന് പറഞ്ഞു തന്നില്ല. അപ്പൊ ഈ നമ്മുടെ ഇരുമ്പിന്റെ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയ അപ്പൊ ഇന്ന് ഇരുമ്പിന്റെ അപ്പച്ചട്ടിയിൽ നല്ല പൂ പോലത്തെ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതായത് പൂ പോലത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കാണിച്ചു. അപ്പം കറിക്ക് എന്തെടുക്കും? കറി ഞങ്ങൾക്കിപ്പം എനിക്കെല്ലാം നെയ്സാക്കാനും അതിന്ന് ചിക്കൻ വെള്ളം ഒഴിച്ച് വേവിക്കുമെന്ന് പറഞ്ഞ താല്പര്യമില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഞങ്ങൾ ബീച്ചിൽ പരിപാടിക്ക് പോയത്, അന്ന് നമ്മൾ വീഡിയോ എടുത്തായിരുന്ന ബീച്ച് പരിപാടിക്ക് പോയാ ഷോർട്സ് എടുത്ത അന്ന് അവിടെ പോയിട്ട് അവര് മറ്റേ പിടിയും ചിക്കൻ കറിയും ഇടുന്നത്. എന്റെ പൊന്നിങ്ങനെ ചിക്കൻ കറിയുടെ വെള്ളം കണക്ക് നിൽക്കുക. ഒരു പീസ് ചിക്കനും കിട്ടി, കുറെ ഇങ്ങനെ ചാറ് വെച്ചു. പക്ഷെ പൊളി നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ നമ്മള് ഈ എന്തുവാ എല്ലാം മാക്സിമം ശ്രമിച്ചിരുന്നു. പക്ഷെ ഞങ്ങള് വെള്ളം ഒഴിക്കുമ്പോ കുളവ്, പിന്നെ അത് പറ്റിച്ചെമ്പ് റെഡിയാകും. കഴിഞ്ഞ ദിവസം വഴക്ക് നിങ്ങൾ
ഇച്ചിരി വെള്ളം ഇത് എന്തും കൂട്ടി തിന്നുമെന്നും പറഞ്ഞു. നമ്മുടെ പൂപോലത്തെ പാലപ്പം സക്സസ്. ഞങ്ങൾ അരിയരച്ചുണ്ടാക്കുന്നതാണ്, ഞങ്ങളൊരു കവറല്ല. തീ കുട്ടിക്കരിക്കുക. അങ്ങനെ സ്ഥലം കൈമാറി ഞാൻ ചിക്കന്റെ പരിപാടിക്കുള്ള സബോളയൊക്കെ ഇതാക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ഈ ഒരു മാസത്തിന് പിന്നെ നിങ്ങൾ കണ്ട നെയ്സ് അല്ല ഇതിപ്പോ. ഷെഫാണ് ഷെഫ്. പിന്നെ ചില നേരത്ത് കരിച്ചളയതേ ഉള്ളൂ കേട്ടോ. പുള്ളിക്കാരിക്ക് കഴിയല്ലാത്തപ്പോ പെട്ടത് കരിച്ചൊക്കെ വിട്ടേക്കും, തീ കൂട്ടിയിടും. ഷടപട പറഞ്ഞ നമ്മൾ നെയ്സ സ്ലോ കുക്കും. സ്ലോ കുക്ക് അപ്പൊ ടേസ്റ്റ് ഒട്ട സമയം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അസിസ്റ്റന്റ് കോഓർഡിനേറ്ററാണ്. നമുക്ക് അനിയുടെ പൂ പോലത്തെ അപ്പം. ഞാൻ വിചാരിച്ച ഇങ്ങനെ പേളിമാടിയുടെ പോലത്തെ പൂ പോലത്തെ അപ്പം ആയിരിക്കും. അതുണ്ടാക്കാനുള്ള ടൈം ഒരു 3/4 സ്പൂൺ എടുത്താൽ മതി, അല്ലെങ്കിൽ വൈകുന്നേരം. അപ്പം ആവുന്ന സമയത്ത് നമുക്ക് ചിക്കന്റെ പരിപാടി തുടങ്ങും. ചിക്കനിൽ ആദ്യം ചിക്കൻ ഞാൻ കുറച്ച് വെള്ളമൊക്കെ പോകാനായിട്ട് മാറ്റി വെച്ചിരിക്കും. അതിന് ഇനി കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. ഇവരെ ഞാൻ അങ്ങോട്ട് വിളിച്ചു കാണാന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നു. എനിക്ക് വയ്യ ചുമ്മാ ക്യാമറ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി. മടിച്ചുകളാണ് ഞങ്ങൾ വരുമ്പോൾ, മടിച്ചുകൾ. നമ്മുടെ അപ്പൊ ചിക്കൻ ഒരു പീസ് ഇത്രയുള്ള പീസാക്കി നൈസ കട്ട് ചെയ്തെടുത്ത് നമുക്ക് അതിന് മാഗ്നേഷന് വേണ്ടിട്ട് മുളക് പൊടി, ചില്ലി പൗഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ നോർമൽ ചില്ലി പൗഡർ കാശ്മീരി മിക്സഡ് അല്ലേ? അല്ല, അത് മാറി ഇപ്പം പുതിയ തെരുവില്ലാത്ത മുളക് പൊടിയാണ്. അല്ല, പക്ഷെ എരിവില്ലാത്ത മുളക് പൊടി ഇത് കാശ്മീരി ആണല്ലോ ഇപ്രാവശ്യം വാങ്ങിച്ചത്. പക്ഷെ അതിന് കുറച്ചുകൂടി കളറുണ്ട്. സോറി ഗൈസ്, നൈസ് ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. നൈസ് ഉറങ്ങുന്നത്. നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി പൊക്കി കാണിച്ചു കൊടുക്കും. ചിക്കൻ ഇതിക്ക് ഇട്ടു ഇങ്ങനെ തുമ്മിച്ച് കൊല്ലും. ചിക്കൻ ഇടുക, മഞ്ഞപ്പൊടി ഇടുക, ഉപ്പിടുക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അങ്ങനെ മുളക് പൊടി വന്നില്ല താങ്കൾ. എന്നാ പോട്ടെ, മുളക് പൊടി ഇട്ടില്ല, അതുകൊണ്ടാ മുളക് പറയാ. ഞാൻ നോട്ട് പഞ്ച്. ആവശ്യത്തിൽ ഉപ്പിടുക, ഉപ്പ് ആവശ്യത്തിൽ ഇട്ട് കുഴക്കുക. ചങ്കിച്ച് തീർന്ന് കുഴച്ച് നമ്മള് കളിച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കാൻ നമുക്കറിയില്ല. എന്തായാലും നമുക്കിത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി സബോള അരിഞ്ഞപ്പോ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ സെറ്റ് ആകുന്ന സമയം വരെ നമുക്ക് റെസ്റ്റ് കൊടുക്കാം. അതിനുശേഷം ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളൊരു വീഡിയോ എടുത്തായിരുന്നു. നമുക്ക് മറ്റേ നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന നമുക്ക് ചാറ് കറിയില്ല, നമുക്ക് അതുണ്ടാക്കാം. പക്ഷെ അത് നമ്മൾ ഇപ്പോഴൊന്നും അല്ല, കുറെ നാൾക്ക് മുന്നേ ഉണ്ടാക്കിയത്. നമ്മൾ ആദ്യമായിട്ട് എന്തോ പൊറോട്ടയുടെ വീഡിയോ ഇട്ടപ്പം നമ്മൾ അതിൻ്റെ കൂടെ സാലിന എന്ന് പറഞ്ഞിട്ടൊരു ഗ്രേവി ഉണ്ടാക്കി. അതിന്റെ കാര്യമാണ് അനിയെ പറഞ്ഞത്. നമ്മുടെ മാസ്റ്റർ ഷെഫ് നൈസാം സാബ് നമ്മുടെ അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലോട്ട് കടക്കുകയാണ്. ഫസ്റ്റ് ഫ്രൈ പാൻ വെക്കുക, അതൊന്ന് ചൂടാക്കുക. ബാക്കി നെക്സ്റ്റ് നൈസ പറഞ്ഞിരിക്കും. അതാദ്യം ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ നമുക്ക് മുഴുവൻ മല്ലി, അങ്ങനെ തോന്നാൻ പറയാം, മല്ലി എല്ലാം ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി പൊടിച്ച് മാറ്റി വെക്കണം. നമ്മുടെ ഇതാവുന്ന സമയത്ത് നമ്മൾ അപ്പം ആയിരിക്കും. നമ്മുടെ അപ്പം അതൊരു വിധത്തിൽ റെഡി സെറ്റായി. ഞങ്ങൾക്ക് ഇവിടെ പാക്കറ്റ് മേടിച്ച അപ്പത്തിനോട് വല്ല താല്പര്യമില്ലല്ലേ. നമുക്ക് ഉണ്ടാക്കാൻ നമ്മളിവിടെ എപ്പോഴും ഇതാണ് ഉണ്ടാക്കുന്നത്, എന്തോ അരി അരച്ച്. അതിനൊരു വേറെ സ്വാദാണ്. നമ്മൾ അരി അരച്ച് അപ്പം ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്നതുകൊണ്ട് അത് ഇതേപോലെ അരച്ച് പണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കേറി പണിക്കില്ലായിരുന്നു. ഞങ്ങൾ ഇതിന്റെ ഈ അരി അരച്ചുണ്ടാക്കുന്ന അപ്പത്തിന്റെ ബാലൻസ് വെച്ചിട്ട് സാധാരണ വൈകിട്ടാണ് ഉണ്ടാകും. അപ്പൊ വൈകിട്ടുണ്ടാകുമ്പോൾ ഈ തണുപ്പ് മാറാത്തോണ്ട് ഇങ്ങനെ ഒരു ഇച്ചിരി കട്ടിയാകും. ഇപ്പൊ ഞങ്ങൾ അന്നേരം തന്നെ ഉണ്ടാകും. ഞാൻ അപ്പം നൈസാട് പറഞ്ഞ നമുക്ക് ഇതുണ്ടാക്കിയതിന് ശേഷം ബാക്കി
മാവ് ഉണ്ടെങ്കിൽ ഓൺ ടൈം. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ രാവിലെ ഞങ്ങൾ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ സൺഡേ ബാക്കി കുറച്ച് മാവ് വന്നപ്പോ അപ്പൊ തന്നെ ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് ഇട്ടിട്ട് അപ്പം ഉണ്ടാക്കി വെച്ചപ്പം നിമിഷം നേരം കൊണ്ടത് തീർന്നു. സാധാരണ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തട്ടി തട്ടി. ഏത്തപ്പഴം ഉള്ളതുകൊണ്ടാണ് ഒന്നും കൂടെ ടേസ്റ്റ് വന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ പാൻ ചൂടായി. നമുക്ക് പാനിലോട്ട് നമ്മുടെ 1 സ്പൂൺ മല്ലി അത് ഗീവാ ഒരു ഇച്ചിരി കൂടി ഇട്ടേക്ക്. 1.5 സ്പൂൺ മല്ലി മതി. വേണ്ട കുരുമുളക് നമ്മളെ കൂടും. അത്രയും നൈസായിട്ടുണ്ട് എരിവ്. നമുക്ക് അധികം എരിവ് വേണ്ട. മതി 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 മതി. ഞങ്ങൾ അധികം എരിവ് കൂട്ടാത്തതുകൊണ്ട് 1/4 സ്പൂൺ കുരുമുളക്, നമ്മുടെ പെരിഞ്ജീരകം അതും കുറച്ച്. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ നല്ലപോലെ വേപ്പിലയും കൂടെ കുറച്ച് മതിയിടൂ. ഒരു സൈഡിൽ നമ്മുടെ അപ്പംകാരം ഞാൻ സഹായിച്ചു തരാം. അതന്നെ നമ്മളെ കയ്യാപ്പി പറഞ്ഞൊക്കെ നമുക്കിവിടെ വേപ്പില മരമുള്ളതുകൊണ്ട് വേപ്പില അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. വെള്ളത്തോടെ ഇട്ടാളോ. ഇവിടെ ഉണ്ട് ഇക്കാടെ വീലുണ്ട്. ഇവിടുത്തെ കുഞ്ഞു മരമാണ്, പക്ഷെ ഇക്കാടെ വീലൊരു അത്യാവശ്യം വലിയ മരം പോലെ. അതുകൊണ്ട് ഒന്ന് ഫ്രണ്ടിലും ഉണ്ട്, ഒന്ന് കാർപോർച്ചിന്റെ അവിടെ ഉണ്ട്. കാർപോർച്ചിന്റെ അവിടുത്തെ വേപ്പിലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വന്നപ്പോ വെച്ച് എത്ര ഉണ്ടോ അത്രയും തന്നെ എപ്പോഴും കരിച്ച് അല്ല അതിന്റെ അതിൽ പോയപ്പോഴും അത് കരിഞ്ഞത്. പിന്നെ ചെയ്യാനാ? ഞാൻ പറഞ്ഞില്ലേ നെയ്സ എല്ലാം ഉണ്ടാക്കും, പക്ഷെ ഒരെണ്ണെങ്കിലും കരിക്കണം. നെയ്സാക്ക് അതൊരു സംതൃപ്തി വരത്തില്ല. എനിക്ക് 2 കൈയുള്ളു ഗൈസ്. നെയ്സൊക്കെ ഞാൻ പറയാം എല്ലാം പെട്ടെന്ന് ഇറങ്ങണം. ഞാൻ ഒരു സ്റ്റൗവിൻ്റെ ഒരു സാധനം അങ്ങനെ വെച്ചിട്ട് നമ്മൾ നെയ്സാക്ക് കൂട്ടില്ല, നമുക്ക് കരിഞ്ഞു പോകും. പക്ഷെ നെയ്സാക്ക് വയ്യ. പക്ഷെ പോട്ടെ, പിള്ളേരല്ലേ പിണ്ണാക്കല്ലേ എന്ന് നമ്മൾ ക്ഷമിച്ചു കൊടുത്തേക്ക്. ക്ഷമിക്കാതെ പറ്റത്തില്ലല്ലോ. അല്ലെ നമ്മുടെ ചിക്കൻ കറി ഇപ്പൊ ഒരു മണം വരുന്നുണ്ട്. ഇല്ലേ മാറിക്കോടോ. അത് നല്ല ഇങ്ങനെ ക്രിസ്പായിട്ട് വരണം. ഇച്ചിരി കൂടെ വേണം. നമ്മളെ ഇട്ട മല്ലിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു മണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പൊടിക്കാൻ പറ്റുന്ന പരുവത്തിലായിട്ട് വേണം. ഇത് നമ്മൾ മിക്സിയിലല്ല പൊടിക്കുന്നത്, അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ഇടിച്ച് പൊടിക്കും. നമ്മൾ ഈ കരിവേപ്പിലയും കൂടെ ഒന്ന് കിരികിരാന്നാവുമ്പോഴത്തേക്കും നമുക്ക് നിർത്തിയേക്കാം. ആ ചൂടോടെ ഇടിക്കേണ്ടി വരുമായിരിക്കും അല്ലേ, എന്നാലേ പൊടിയൊക്കെ ഉള്ളത്. നിങ്ങളും ഉണ്ടാക്കി നോക്കും. ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് സെറ്റാണെങ്കിൽ പറയാം, നിങ്ങളും ഉണ്ടാക്കി ട്രൈ ചെയ്യും. പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു ശകലം കൂടെ മതി. പറയൂ നീസ ഷെഫ്. അതാ ഞാൻ പറഞ്ഞ മണം വരുന്നുണ്ട്. ഷെഫ് ഇത് പറയാനാണെങ്കിൽ ഞാൻ ഇന്നേവരെ കഴിക്കാത്തൊരു സാധനമാണിത്. മൈ ഫസ്റ്റ് ട്രൈ. മതിയായിരിക്കും, നിർത്തി. ഞാൻ പാനിലുള്ള ചൂടിക്കൊണ്ടാവട്ടെ. ഒന്നുമില്ല. നെയ്സൊക്കെ എന്ത് പറ്റി നെയ്സ? നമുക്ക് ഒരു ചെറു ചൂടുകൊണ്ട് തന്നെ നമ്മളത് ഇങ്ങനെ എൻ്റെ അമ്മോ എൻ്റെ ഇപ്പൊ ഷോൾ ഉരിക്കുകയാണ്. ഇതായിട്ട് കുരുവിനാന്ന് പറഞ്ഞാൽ നമുക്ക് തരിപ്പരുവത്തിൽ വേണമെന്ന് അവര് പറഞ്ഞത് തരിപ്പരുവം മേടിക്കുക.
നൈസായിന്ന് കുറച്ച് പാടുപെട്ടു ഇത് പൊടിക്ക്. ഇതൊന്ന് പൊടിയാത്തല്ലേ? അവര് രണ്ടുപേരും ഇടിച്ചപ്പോ പൊടിഞ്ഞായിരുന്നു. ഗൈസ്, നമ്മൾ പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചു. അതിലോട്ട് എന്തൊക്കെയാണ് നൈസ? കോക്കനട്ട് ഓയിൽ. കൂട്ടിട്ട് ഇതൊക്കെ കടുവറ അങ്ങനെ ഇത് പറയുന്നത്. കടുക്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. എന്നിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടതിന് ശേഷമാണ് നമ്മൾ കുറച്ചു നേരം സബോള കഴിഞ്ഞിട്ട് അത് കുറച്ചു നേരം ഒന്ന് മൂടി വേവിക്കണം. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലൈസ്, പിന്നെ നമ്മൾ ഈ പൊടിക്കുന്ന സാധനം, ഞാൻ പറഞ്ഞ ഷെഫ്, കുറച്ച് ഉപ്പ്, ആവശ്യം നോക്കിട്ട് ഉപ്പ്, എന്നിട്ട് സവോള ഇട്ടിട്ട് വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ. 10 മിനിറ്റ്. അതായത് 10 മിനിറ്റ് ആയിരിക്കും നമുക്ക് നമ്മൾ ചിക്കൻ വേകുന്നതിനുള്ള സമയം. നമുക്ക് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഷേക്ക് അടിക്കാൻ പോകണം. ഷേക്ക് വേണം, വെള്ളം വേണം. ചായ സ്കിപ്പായതുകൊണ്ട് ചായ ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ബാക്കി നേരത്തെ പറഞ്ഞ ബാക്കി 2 മുസമ്പി ഇരിപ്പുണ്ട്. ബാക്കി മാവുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മുടെ കിണ്ണത്തപ്പം കാണുള്ള കാട്ടില്ല. അപ്പോൾ എണ്ണ ഒഴിച്ചു. ഞാൻ കുറച്ചു ദിവസത്തിന് മുന്നേ നോക്കിയപ്പോഴത്തെ കടുകിന്റെ പാത്രത്തിന്റെ ഷേപ്പ് വ്യത്യാസം ഇല്ലായിരുന്നു. ഇപ്പൊ ചെറുതായിട്ടൊരു ചളുക്കം പറ്റിയിട്ടുണ്ട്. പണി പഠിക്കുമ്പോൾ ഓരോ പാത്രം വെച്ച് ഇങ്ങനെ ചളിക്ക് വന്നു കഴിഞ്ഞാൽ പണി പഠിച്ചു കഴിയുമ്പോൾ പാത്രങ്ങളൊന്നും കാണാറില്ല. അപ്പതാ കടുക് കടുക്കൂട്ടെന്ന് വെച്ചു കാണിച്ചു കൊടുക്കാൻ മറ്റേ റീൽസിലൊക്കെ കാണുന്നവർക്ക് ഒന്നുകിൽ പോലെ ഹെൽമെറ്റ് വെച്ചോണ്ട് കിടന്നാണ്. അതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ അങ്ങോട്ട് മൂട്ടിട്ടെടുക്കാം. പച്ചമുളക് ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല. ഇപ്പൊ ഹാപ്പിയ നമ്മൾ പച്ചമുളകും എല്ലാം ഇട്ട് നല്ലപോലെ ഇങ്ങനെ വഴറ്റി വഴറ്റിയിട്ട് ചിക്കൻ, വേർ ഈസ് ചിക്കൻ? നമ്മുടെ ചിക്കൻ ആ ശബ്ദം നിങ്ങൾ കേട്ടോ? അതിന് പാത്രത്തിന്റെ സൈഡിൽ പിടിച്ച് വെച്ചാണ് കേട്ടത്. ശരിയല്ല, അച്ചോറുണ്ടാക്കണം വേണം. ചിക്കൻ വെച്ചാൽ ചിക്കൻ റോസ്റ്റ് ആവുക അച്ചാറാവും. ഞങ്ങൾക്കൊരു സംശയം. ഇത്രയും വരെ ഓക്കെ ആയിരുന്നു. നമ്മൾ മറ്റേ മസാലയൊക്കെ പൊടിച്ചപ്പോഴത്തേക്കൊക്കെ നല്ല പണി. നിങ്ങൾ അതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ് കേട്ടോടെ ഇതൊരു വെച്ചേട്ടാ നൈസ. പാത്രത്തിന്റെ സൈഡില് നമ്മള് പാത്രത്തിന്റെ 2 സൈഡിലാണ് ചെവി കാണത്തില്ലേ? അതാന്ന് പറഞ്ഞിട്ട് പാത്രത്തിന്റെ സൈഡിൽ ഇത് വെച്ചേട്ട് നല്ലോണം പള്ളി. കഴിഞ്ഞ സെന്നെ വിരല് മുറിച്ചു കളയും.
ചിക്കനിലിട്ട് ഈ സെന്റ് ആ സീമല്ലേ ആ പേരില് കണ്ടത് ശരിയാ. അച്ചാറിന് മണമൊക്കെ വരുന്നു. ഞങ്ങള് ചിക്കൻ ഇട്ടിട്ട് ഇളക്കിയിട്ട് അച്ചാറിന്റെ മണം, നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഈ കറിവേപ്പിലായിട്ട് ഒരു മണമില്ല. മനസ്സുണ്ട്, പക്ഷെ കണ്ടപ്പോ നല്ല പൊളി, നല്ല ടേസ്റ്റ് ആയിരുന്നു. അയ്യോ നല്ല ടേസ്റ്റ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ചിലപ്പോ ശരിയാവും ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ തിന്നും. അല്ല എന്തെടുക്കാൻ കളയാൻ പറ്റുമോ? കാശ് കൊടുത്ത് മേടിച്ചതാണ്. സാധാരണ അങ്ങനെ പരീക്ഷണമൊന്നും ചീറ്റാറില്ല. ചീറ്റായിരിക്കട്ടെ, എന്നിട്ട് വേണം നിങ്ങൾ ഉണ്ടാക്കാൻ. അങ്ങനെ ചിക്കൻ റോസ്റ്റിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന അടുത്ത ഐറ്റം നമ്മുടെ ഇവിടെ മൂർച്ചയുള്ള പിച്ചത് ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ വെട്ടി ചെത്താൻ അറിയാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ചെയ്തു. ഇതൊരു പുതിയ ടെക്നിക്കാണ്. നിങ്ങൾ ആരെങ്കിലും ഇനി ഷെയ്ക്ക് മുറിക്കുവാണെങ്കിലും കരിക്ക് മുറിക്കുവാണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അതന്നെ, മൂർച്ചയുള്ള വെട്ടത്തിൽ വേണമെന്നൊന്നും ഇല്ല. ഇന്ന് നോയമ്പായിരുന്നു, അത്രയും പവർ കിട്ടത്തില്ല. സാധാരണ പച്ചക്കറിയൊന്നും കുറിക്കില്ലേ. പിച്ചാത്തി ഒടിയോന്നൊരു ഡൗട്ട് ഉണ്ട് സൈസ്. പിന്നെ കട്ടിയില്ലാത്ത പിച്ചാത്തി വെച്ച് ഇത് ആരും അനുകരിക്കില്ല. പിച്ചാത്തി പിന്നെ ഉമ്മാടി അടി കിട്ടിയിട്ട് എന്നെ ഒന്നും പറയരുത്. പറ്റും ഇല്ല, ഇനിയുണ്ട്. എന്തായാലും ഇത് രണ്ടായിട്ട് മുറിക്കണം, എന്നാലല്ലേ നമുക്ക് അതിൻ്റെ അകത്ത് കരിക്കെടുക്കാൻ പറ്റൂ. പക്ഷെ കരിക്കുന്ന വെള്ളം പോകും. ഗൈസ്, എന്റെ ആരോഗ്യം തന്നെ അനുവദിക്കുന്നില്ല. സ്പീഡിട്ടാ മതി. ഇവിടെ നമുക്ക് ഒന്ന് പോസ് ചെയ്യാം. എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പരിപാടി ഒന്ന് നോക്കണം. ഏകദേശം ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് നോക്കാം. എന്നിട്ട് ബാക്കിയുള്ള മസാലാസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ഇവിടെ ഒന്നും ആയിട്ടില്ല. പിച്ചാത്തി മൂർച്ചയില്ലാത്തതാണ്. മൂർച്ചയുള്ള പിച്ചാത്തി കൊണ്ടിട്ടാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ടു ദിസ്. അല്ലെങ്കിൽ എന്നെക്കാൾ പിടിച്ചേ കണ്ട് മൂന്നാമത്തെ അപ്പമാണ് കരിച്ചിരിക്കുന്നത്. ഞാനല്ല പൊക്കി മറ്റേ ഇത് വെട്ടത്തില് നോക്കുക. കഴിക്കാം. ആക്ച്വലി ഇത് നല്ല രസമാണ് കഴിക്കാൻ. പക്ഷെ ചൂടോടെ കഴിക്കണം. കഴിക്കാൻ പറ്റത്തില്ലല്ലോ, തണുത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. സക്സസ്. അങ്ങനെ തേങ്ങ പൊട്ടിച്ച് ഫസ്റ്റ് നമുക്ക് വെള്ളം മാറ്റി. അല്ല, കരിക്ക് ഇത് ചെറുതായിട്ട് തേങ്ങ ആയിട്ടുണ്ടെന്നൊരു സംശയം ഇല്ലായില്ല. വെള്ളം മാറ്റി രണ്ടെണ്ണത്തിനെ പൊളിച്ച് വെള്ളം മാറ്റിയിട്ട് വേണം നമുക്ക് ഇതെടുപ്പിച്ച് വരണ്ടി അടിക്കാൻ. നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ. നമ്മുടെ എരിവൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി. 1 ടേബിൾ സ്പൂൺ ഗരം മസാല. പിന്നെ നമ്മളിത് നേരത്തെ പൊടിച്ചു വെച്ച നമ്മുടെ മസാല. ആവശ്യത്തിന് ഉപ്പിടാൻ എൻ്റെ ഒരു പേര്. കാര്യം നമ്മൾ ലാസ്റ്റ് എത്ര ഉണ്ടോ നോക്കിയിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. കൂടിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുറച്ചിടാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം സബോള.
അങ്ങനെ വളരെ കഷ്ടപ്പെട്ട ആ 2 കരിക്കും മുറിച്ച് ഒരെണ്ണം നല്ല അടുത്ത് മറ്റേ ഒരെണ്ണം ഒരു ഇച്ചിരി തോന്നുന്നു. അതാ പാലെല്ലാം മുറിച്ച് സെറ്റാക്കി. ഇനി ബാക്കി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് ബാക്കിയാണ്. ചെറിയൊരു അബദ്ധം, ഫോണിയെ ചാർജിലോട്ട് പോയോ, ഞാൻ അങ്ങോട്ട് ഫോൺ കുത്തിയിട്ടിരിക്കുന്നു. ഞാൻ വല്ലാത്ത നിങ്ങളോട് വർത്താനം എല്ലാം പറഞ്ഞ് സ്വിച്ച് ഓൺ, പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. അതിനൊന്ന് വരണ്ടി എടുക്കണം. നെയ്സൊക്കെ ഭയങ്കര സങ്കടം, ചീറ്റി പോയി. നെയ്സ് ഇടക്കിടക്ക് ഇളകണം, അതിരുന്നതായിക്കോട്ടെ. അവര് ഉണ്ടാക്കിയപ്പോ തന്നെ ശരിക്കും എണ്ണ ഒഴിച്ചുണ്ടായിരിക്കും. നമ്മൾ അറിയാമല്ലോ, നമ്മൾ അത്ര എണ്ണ ഉപയോഗിച്ചില്ല, അതുകൊണ്ട് വഴൻ്റെ ഒരു ചെറിയ താമസം. അപ്പോൾ റെഡി, 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ കരിക്ക് ഷേക്ക് അടിച്ചു. കരിക്ക് ഷേക്ക് അടിച്ചിട്ട് നൈസ് നേരത്തെ പറഞ്ഞ നമുക്ക് സാധനം ഉണ്ടാക്കാന്ന്. ഒരാള് കാണിച്ചൊരാളെ നിൽക്കുന്നത്. എന്ത് പറ്റി നൈസ? ഒന്നും പറ്റിയില്ല, ചെറുതായിട്ടൊരു. ഞങ്ങളെ ഇവിടെ കരിക്കിന് ഷേക്ക് അടിച്ച് അത് മാറ്റി വെച്ച് പിള്ളേർക്ക് രണ്ടുപേർക്കും എന്നുവെച്ചാൽ നല്ല നമ്മൾ കട്ട പാലല്ല അടിക്കുന്നത്. പിള്ളേർക്ക് 2 ഗ്ലാസ് വെച്ചിട്ട് ഇച്ചിരി തണുക്കാണ്ടി മാറ്റി വെച്ച്. അപ്പം സാലം ഉണ്ടാകും. അപ്പൊ നൈസാറിന് അനിയ അത് ഒരു സ്പൈസി മോഡലാണ് നമ്മൾ മറ്റേ ചിക്കൻ വെച്ചിരിക്കുന്നത്. അപ്പൊ സാലഡ് അതും നമ്മൾ മസാല ചേർത്ത് വെക്കുന്നില്ല, നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി. തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ മിക്സി അടിച്ച സമയത്ത് മോട്ടിട്ടിരിക്കുന്നു. ജസ്റ്റ് ഒരു ചിരി നിറഞ്ഞു കൂടിപ്പോയി വെച്ചാല് വെള്ളം നമ്മളെ മറ്റേ ഇടുക്കിയിടാൻ തുറന്നിടും, പടപടാന്ന് ഭയങ്കര സ്പീഡായിപ്പോയി. അപ്പോൾ ഓടിയതാണ് വെള്ളം നിറച്ച് മാറ്റാൻ വേണ്ടി. ഓൾറെഡി അതിന്റെ താഴെ ഞങ്ങൾ ഒരു പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. പണ്ട് വീട്ടില് ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ നമ്മൾ അറിയില്ല, ഇപ്പൊ കിളികളെ വളർത്തുന്നവർക്ക് അതിന്റെ താഴത്തെ അവന്റെ വേസ്റ്റ് ട്രേ വെച്ചിട്ടില്ലേ. അപ്പൊ ഇവിടുത്തെ മോട്ടർ നിറഞ്ഞു പോയാൽ അറിയത്തില്ല. അപ്പൊ ഞങ്ങളെന്താ പറയാ, ആദ്യം ഞങ്ങളൊരു പഴയ പൊട്ടിയ പത്രം കൊണ്ട് വെച്ചു. അപ്പൊ അത് ജസ്റ്റ് വീണ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഈ മറ്റേ ട്രേ ആകുമ്പോൾ നീളത്ത് എന്റെ പൊന്നെ ഒരു തുള്ളി വെള്ളം വീണാൽ മതി. അതാ പറഞ്ഞ ഇടുക്കി ഡാം പൊട്ടി തുറന്നു പോയതുപോലെയാണ് വെള്ളം പോകുന്നത്. മീസ പെട്ടെന്ന് ചറ പറ ഓടിയതാ. വെള്ളം ബക്കറ്റ് പിടിക്കാൻ പോയതാ, ബക്കറ്റ് നോക്കിട്ട് ബക്കറ്റ് കാണുന്നില്ല. രാവിലെ കാറിൽ എഴുന്നേൽത്ത വെള്ളം ബക്കറ്റ് സ്റ്റെപ്പിനകത്ത് അകത്ത് വെച്ചിരിക്കുന്നു. ഞങ്ങള് രാവിലെ കാറ് വാശ്, ഞങ്ങൾ അതിന്റെ റീല് നിങ്ങൾ കണ്ടു കാണും. അതിന് വേണ്ടിയിട്ട് ബക്കറ്റ് പുറവശിന്റെ ബക്കറ്റായിരുന്നു. എനിക്ക് പുറവശം വരെ പോകാൻ കഴിയല എന്നിട്ട് ഞാൻ ആ ബക്കറ്റ് കഴിയല എടുത്ത് അകത്തോട്ടെടുത്ത് വെച്ച്. നെയ്സ് ആ ബക്കറ്റ് ആയത് ഇത്രയും നേരം നോക്കിയത് അറിഞ്ഞില്ല, കുട്ടി പറഞ്ഞൊന്നുമില്ല. ഓ ഇളക്കണം, ഇളക്കണം, ഇളക്ക്. ഇപ്പൊ അതിന് എണ്ണ ഇതായി വന്നാണ്ട വന്നുണ്ടോ ബുള്ളറ്റിൽ വെച്ച് കേൾക്കുന്നു. ആയില്ലേ, കളർ വരുന്നില്ലേ? പക്ഷെ ഇതിന്റെ ടേസ്റ്റ് നമ്മളിങ്ങനെ വെറും ജസ്റ്റ് ഇതായിട്ടുണ്ട് കൊള്ളാം. ടേസ്റ്റ് എന്താന്ന് നോമ്പ് തുറന്നാലും അറിയാം. നോമ്പ് തുറന്നാൽ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വലിയ ക്യൂരിയോസിറ്റിയിലാണ് എന്തായാലും. അങ്ങനെ അപ്പൊ ഏകദേശം നമ്മുടെ 2 എണ്ണത്തിനെ കൊണ്ട് നോക്കിക്കാൻ നിന്ന് ആ പിള്ളേരല്ല, അവർക്ക് അറിയത്തില്ല. അപ്പൊ ഞങ്ങള് നാരങ്ങ വെള്ളം ഞങ്ങൾ സ്കിപ്പ് അടിച്ചു. എന്നുവെച്ചാൽ 2 കരിക്ക് പൊട്ടിച്ചിന് വെള്ളം ഒരു കലത്തിന്റെ പകുതി, ഒരു കല വെച്ചാൽ ഇത്രയുള്ള കലത്തിന്റെ പകുതിയോളം ഉണ്ട്. അപ്പൊ കുറേശ്ശെ കുടിച്ച് വെള്ളം കുടിക്കാൻ വിചാരിച്ച്. പിന്നെന്തോ അപ്പം ഉണ്ടാക്കിയത് ലാസ്റ്റ് അപ്പമാണ്. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് ഷാർജ ഒരു കരിക്ക് ഷേക്ക് അടിച്ചു കഴിഞ്ഞ് പിന്നെ തേങ്ങാപ്പാലെടുത്തു. ചിക്കൻ ഓൾമോസ്റ്റ് ഫിനിഷ്. എന്തുണ്ട് ഇനിയൊന്നുമില്ല. ഇനി നോമ്പ് മുസമ്പി 2 ഇന്ന് ഇരിക്കാൻ വേണ്ടി 2 മുസമ്പി തന്നിട്ടായിരുന്നു. ഞങ്ങൾ അതും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഞങ്ങളുടെ പണി ഫിനിഷ്. നിൽക്കുക, വരിക, തുറക്കുക, ഫുഡ് അടിക്കുക. ഫൈനലി നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. പണി ഫുള്ള് കംപ്ലീറ്റ് ആക്കി. ഇനി ഒന്നുമില്ല, അത് കുടിക്കാൻ കുറച്ച് വെള്ളം കളഞ്ഞു. അല്ല, നോമ്പ് തുറന്നാൽ മാത്രം മതി. ഞാനുള്ള ഷേക്ക് ഒഴുക്കി വെച്ചു. ഇനി നമുക്കുള്ള ഷേക്ക് 1 കരിക്ക് ഷേക്ക് ഞങ്ങൾ ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്.
ഒരു തുള്ളി പോലും ഒഴിക്കുക. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തുള്ളി പോലും കുറയാൻ പാടില്ല. ആ മനസ്സ് കണ്ട, ഒരു തുള്ളി പോലും ആർക്കും കൂടുതൽ കൊടുക്കരുത്, അല്ലേ നൈസ? സമത്വം അല്ലാതെ തുള്ളിങ്ങനെ കൂടുതൽ കിട്ടിപ്പോയതൊന്നുമല്ല. മന്തി ആയിക്കഴിഞ്ഞ ഇവിടെ കൊതികിന്റെ അഭിഷേകം. രണ്ടരും കൂടെ പോയി കൊതിരിയും വാങ്ങിച്ച് മിഠായിയും വാങ്ങിച്ച് അപ്പോൾ ഈ ഷെയ്ക്ക് കൊണ്ട് ഒഴിച്ച് വെച്ചതോടുകൂടി ഞങ്ങളുടെ പണി ഫിനിഷ് ആയിക്കാണ്. ബാക്കിയെല്ലാം കൊണ്ട് ബാക്കിയെ കൊണ്ട് വെച്ച് ഇനി ഇതിന്റെ ഒരു കുറവ്. അപ്പൊ നൈസാണ് ഇനി ഇതും കൂടെ എടുത്ത് വെച്ച് ഇനി ഇതായിട്ട് ഒരു സമയം അങ്ങനെ ബാങ്കെല്ലാം വിളിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോയിമ്പ് തുറന്ന്. അപ്പൊ ഞങ്ങളുടെ പാലപ്പവും ഞങ്ങളുടെ സ്പെഷ്യലി ഇതിന് ചിക്കന് പേരൊന്നും ഇല്ലേ? ഇതിനല്ലേ ചിക്കൻ റോസ്റ്റ്. വേറെ സ്പെഷ്യൽ രീതി. ചിക്കൻ റോസ്റ്റ് ട്രൈ ചെയ്തു. ഇതൊരു സ്പെഷ്യൽ രീതി ചിക്കൻ റോസ്റ്റ്. എങ്ങനെ ഉണ്ടാക്കുക? അപ്പൊ നമ്മൾ ചാറില്ലാത്തോണ്ട് തേങ്ങാപ്പാല് നോമ്പ് ഓർക്കാൻ നമ്മുടെ ചിക്കൻ റോസ്റ്റ് തേങ്ങാപ്പാല് മുസമ്പി പാലപ്പം പഴം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ സ്വന്തം പഴം. അതന്നെ. അതാ നമ്മുടെ കരിക്ക് ഷേക്ക്. തേങ്ങ വെള്ളം കരിക്ക് വെള്ളം കഴിച്ചു. അച്ഛൻ ചോദിക്കുമായിരുന്നു പള്ളിയിൽ നോമ്പ് പറഞ്ഞത്. മറ്റേ നോമ്പ് പോലെയൊക്കെ പള്ളി നോമ്പോറുണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ അവിടുന്ന് കഴിക്കത്തോളൂ. അപ്പോൾ ഇനി ഫുഡെല്ലാം പഠിച്ചിട്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കട്ടെ. നിങ്ങൾ നോയമ്പെല്ലാം തുറന്ന് ഇരിക്കാതെയിട്ട് ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ മുഹറം 9 നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. നോമ്പ് തുറയുടെ വിശ്രമവും കഴിഞ്ഞു. ഇക്ക വീട്ടിൽ പോകുമ്പോൾ അടുത്ത് പോയി ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ 4 പേരും കൂടെ ഇവിടെ ഫോണൊക്കെ നോക്കി. ഇതേ 2 പേരും അവിടെ TV കാണലാണ്. അങ്ങനെ വേറെന്താ? നോയമ്പ് പറഞ്ഞെല്ലാം കഴിഞ്ഞ് ക്ഷീണമായിപ്പോയി. തിന്ന് കൂടി പോയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ കുഞ്ഞു വ്ലോഗ് അതെ ചെറിയ വലിയ വ്ലോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത മുഹറം 10ന്റെ വ്ലോഗുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ചിലപ്പോൾ നാളെ വരും, ഇല്ലെങ്കിൽ പിന്നെ ഒരു ലോങ് ലീവിലോട്ട് ഞാൻ പ്രവേശിക്കുന്നതായിരിക്കും. മാക്സിമം ഞങ്ങൾ നാളെ ലൈവ് വരാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.